എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കൂറിലും ജനിച്ച വിവിധ നക്ഷത്രങ്ങളിലുള്ളവർക്ക് അനുഭവപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ഈ വീഡിയോയിൽ ധനുക്കൂറ്, മകരക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ് ഈ 4 കൂറുകാരുടെ ഫലമാണ് നോക്കാനുള്ളത്. അപ്പോൾ ചൊവ്വ ഇടവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, അതായത് ജൂലൈ 12-ാം തീയതിയാണ് ചൊവ്വ ഇടവത്തിലേക്ക് വന്നത്. അവിടെ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനത്തിൽ രാഹു സഞ്ചരിക്കുന്നു, കന്നിയിൽ കേതു സഞ്ചരിക്കുന്നു. ശനിയാണെങ്കിൽ കുംഭത്തിൽ വക്രഗതിയിലാണ്. ബുധശുക്രന്മാർ കർക്കടകൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. സൂര്യനും ഇപ്പോൾ കർക്കടകത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെ വിലയിരുത്തേണ്ടത്. ചൊവ്വയുടെ മാറ്റം പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കുമ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും കൂടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിവിടെ സൂചിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6-ാം ഭാവത്തിലാണ് ചൊവ്വ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ചൊവ്വ 6-ൽ നിൽക്കുന്നത് ഗുണകരമായ അവസ്ഥയാണ്. ചൊവ്വയ്ക്ക് 3, 6, 11 എന്നീ ഭാവങ്ങൾ വളരെ ഗുണകരമാണ്. ആ ഭാവങ്ങളിലൂടെ താൽക്കാലികമായിട്ട് സഞ്ചരിക്കുമ്പോൾ, ഗ്രഹചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ധാരാളം ഗുണഫലങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് വളരെയേറെ ഫലം കിട്ടും ഈ ഒരു സമയത്ത്. ചൊവ്വ ഭൂമികാരകനാണ്. കൃഷിയുടെ കുറച്ചൊക്കെ കാരകത്വമുണ്ട്. അപ്പോൾ കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാകും എന്നുള്ളത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ധനുക്കൂറുകാരുടെ 3-ലാണ് ശനി സഞ്ചരിക്കുന്നത്. ശനി വക്രത്തിലാണ് എങ്കിൽ പോലും 3-ൽ സഞ്ചരിക്കുന്ന ശനി കൃഷിയിൽ നിന്നും നല്ല ലാഭം തരുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. അപ്പോൾ ഈ ചൊവ്വ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ നോക്കുമ്പം നേരത്തെ പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്ത പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതാണ്. നല്ലതുപോലെ വിജയം ഉണ്ടാകും. ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും ശത്രുദോഷം നല്ലൊരു അളവ് വരെ പരിഹരിക്കപ്പെടുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പുതുതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഉത്സാഹവും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നതാണ്. സാമ്പത്തികമായിട്ട് അനുകൂല അന്തരീക്ഷം ഉണ്ടാകും. ചൊവ്വയെക്കൊണ്ടും ശനിയെക്കൊണ്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എതിരാളികൾ പരാജയപ്പെടും. എതിരാളികളുടെ പ്രവർത്തനങ്ങൾ, ക്ഷുദ്ര കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. അവർക്ക് തന്നെ തിരിച്ചടി കിട്ടുകയും ചെയ്യും. അങ്ങനെ എതിരാളികളുടെ മേൽ വിജയം നേടാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ഈ ചൊവ്വ 6-ാം ഭാവമായ ഇടവത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം. ഏതാണ്ട് 1.5 മാസം ചൊവ്വ ഇപ്രകാരം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ശനിയും വക്രത്തിൽ ആണെങ്കിൽ പോലും ശനിയും 3-ൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ധനുക്കൂറുകാർക്ക് മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ അവസ്ഥയാണ് ഉള്ളത്. പഴയ കടബാധ്യതകൾ കുറേ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കേസുകളൊക്കെ വളരെ കാലമായിട്ട് തീർപ്പാകാതിരുന്നത് ഈ ഒരു സമയത്ത് തീർപ്പാകുന്നതാണ്. അനുകൂലമായ തീരുമാനങ്ങൾ കോടതികളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ്. സർക്കാരിൽ നിന്നും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും, പേപ്പറുകളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ, പെർമിറ്റുകളൊക്കെ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് കിട്ടുന്നതാണ്. പൊതുവെ വ്യാപാരം വർദ്ധിപ്പിക്കാനും വ്യാപാരം പുഷ്ടിപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന കാലഘട്ടമാണ്. മറ്റ് കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള വ്യാപാരികളുമായിട്ട് ചേർന്ന് നമ്മുടെ വ്യാപാരം കുറച്ചുകൂടെ വിപുലീകരിക്കാനും പുതിയ പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കാനോ കുറച്ചുകൂടെ ബിസിനസ് വർദ്ധിപ്പിക്കാനോ ഒക്കെ സാധിക്കുന്ന കാലഘട്ടമാണ്. പിന്നെ പുതിയ വാഹനം വാങ്ങിക്കാൻ, പുതിയ വീട് വെക്കാൻ, അതുപോലെ വീട് പണി നടത്തിക്കൊണ്ടിരുന്നത് പൂർത്തിയാക്കാൻ ഒക്കെയുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ട്. മത്സരങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിജയിക്കാനുള്ള യോഗമുണ്ട്. സമൂഹത്തിൽ നേതൃത്വം ലഭിക്കുന്നതാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഒരു മേൽക്കൈ കിട്ടുന്ന കാലഘട്ടമാണ്. അനുയായികളൊക്കെ നമ്മളെ പിന്തുണയ്ക്കാനായിട്ട് എത്തുന്നതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി സമ്മർദ്ദം കുറെയെങ്കിലും കുറയും. അവർക്ക് മേലധികാരികളിൽ നിന്നുള്ള ഉപദ്രവമോ സഹപ്രവർത്തകരിൽ നിന്നുള്ള നിസ്സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് ഈ സമയത്ത് പൊതുവെ ഗുണകരമായ അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്.
അപ്പോൾ അതിന് 2 കാരണം, ഒന്ന് ചൊവ്വയുടെ ഈ സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ പിന്നെ ശനിയുടെ 3-ലെ സ്ഥാനവും ഇതിന് ഗുണകരമാണ്. പിന്നെ ദാമ്പത്യ രംഗം പൊതുവേ സമാധാനപൂർണ്ണമായിരിക്കും. ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് വളരെ സ്വാഭാവികമായ രീതിയിൽ മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. മക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ, സന്തോഷകരമായ അനുഭവങ്ങളൊക്കെയാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. പൊതുവെ നോക്കുമ്പോൾ ധനുക്കൂറുകാർക്ക് ഈ സമയം വളരെ മെച്ചപ്പെട്ടതാണ്. ഈ സമയത്ത് അവരുടെ പ്രവർത്തന മേഖല നന്നായിട്ട് വിപുലീകരിക്കാനും അതിൽ നല്ല സമ്പത്ത് നേടാനും സാധിക്കുന്നതാണ്. അപ്പോൾ അവരതിനു വേണ്ടി ശ്രമിക്കുക. ദേവീക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക. രാശിനാഥനായ വ്യാഴത്തിന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക നവഗ്രഹ ക്ഷേത്രത്തിൽ. അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഈശ്വരനായ വിഷ്ണു ഭഗവാന് താമര മുട്ട് സമർപ്പിക്കുക. അർച്ചന, പാൽപ്പായസം, തുളസിമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ്. സാമ്പത്തിക ശേഷി കുറഞ്ഞവർ ഒരു നെയ്വിളക്ക് തെളിയിച്ചാലും നല്ല ഫലം ലഭിക്കുന്നതാണ്. തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമൊക്കെ ഈ വഴിപാടുകൾ കൊണ്ടൊക്കെ പരിഹരിച്ചു പോകാനും സാധിക്കുന്നതാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ സമയത്തുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പേടിക്കേണ്ടതില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അലച്ചിലുകളോ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മഹാദേവന് ഒരു വഴിപാട് ചെയ്യുക. മഹാദേവന് പലതരത്തിലുള്ള സമർപ്പണങ്ങളും അർച്ചനകളും ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ. ഇത്രയും നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് മകരക്കൂറി വരുന്നത്. അവരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വയുടെ സഞ്ചാരം അനുകൂലമല്ല. 5-ാം ഭാവം എന്ന് പറയുന്നത് സന്താനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളാണ് കൂടുതലും. അതുപോലെ ബുദ്ധി, നമ്മുടെ ചിന്താശക്തി, ആലോചിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെയാണ് ഈ 5-ാം ഭാവം ബാധിക്കുന്നത്. അപ്പം ഒരു പ്രതികൂലമായ അവസ്ഥയോ അല്ലെങ്കിൽ സമ്മിശ്രമായ ഒരു അവസ്ഥയോ ആയിരിക്കും അനുഭവത്തിൽ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇത് ബാധിക്കുന്നത്. ഈ മക്കളെ ഏതെങ്കിലും കോഴ്സിന് ചേർക്കുക അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ തീരുമാനമൊക്കെ എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. ധൃതി പിടിച്ചെടുക്കുന്ന പല തീരുമാനങ്ങളിലും അബദ്ധം പറ്റാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണത് പ്രത്യേകം പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് അവർക്ക് അതുകൊണ്ട് മാനസിക സംഘർഷമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ മക്കളുടെ അഭിപ്രായം കൂടെ പരിഗണിച്ച് ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. മക്കൾ പറയുന്നത് മാത്രം കേൾക്കുക എന്നുള്ളതല്ല. ആ രംഗത്ത് ഇപ്പം ഒരു കോഴ്സിന് ചേർക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവരോടൊന്ന് അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തെപ്പറ്റി ഒന്ന് വിലയിരുത്തിയിട്ട് മാത്രം അവിടെ കൊണ്ട് ചേർക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മക്കളുടെ വിവാഹ കാര്യമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ആലോചിച്ചൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒരു ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു പ്രധാന തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ വ്യാപാര മേഖലയൊന്ന് മാറുന്നു, ബിസിനസ് നടത്തുന്ന സ്ഥലമൊന്ന് മാറുന്നു, കടയൊന്ന് മാറുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് മാത്രം ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ള ആളുകൾ ഏതെങ്കിലും നല്ല വിദഗ്ധനായ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് സമയമൊക്കെ കൊള്ളാമോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം അത് ചെയ്യുക. എന്താണെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചും വിദഗ്ധരോട് ചോദിച്ചും ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പല പ്രതികൂല അവസരങ്ങളും നേരിടേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മൾ ഒരു പൊതുസമൂഹത്തിൽ പറയുന്ന പല അഭിപ്രായങ്ങളും പല ആളുകൾക്കും രുചിക്കണമെന്നില്ല. അത് അവരെടുത്തത് വിമർശനത്തിന് വിധേയമാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളോട് മനസ്സിൽ എതിർപ്പുള്ള ആളുകൾ ഈ സമയത്ത് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ പറയുന്ന വാക്കുകളൊക്കെ എടുത്ത് ദുർവിനിയോഗം അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കഴിയുന്ന മിതത്വം പാലിക്കുക സംസാരത്തിൽ.
അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണമോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ദുരാരോപണങ്ങളോ ഒക്കെ നേരിടേണ്ടി വരുന്ന സമയമാണ്. അപ്പം മക്കൾ ഉപരിപഠനത്തിന് പോകുന്നവർ, അതുപോലെ തന്നെ വിദേശയാത്രയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ട് വരികയില്ല. അവരുടെ രാശിനാഥനായ ശനി ആണ് 2-ൽ സഞ്ചരിക്കുന്നത്. ശനി മൂലത്രികോണ ക്ഷേത്രത്തിലുമാണ്, വക്രത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസം, അനുഭവത്തിലൊരു വ്യത്യാസം ഉണ്ടായേക്കാം. എങ്കിൽ പോലും ധനപരമായിട്ട് വലിയൊരു ദാരിദ്ര്യം വരാനുള്ള ഒരു കാലഘട്ടം അല്ല. 5-ൽ വ്യാഴവും സഞ്ചരിക്കുന്നുണ്ടല്ലോ. 5-ൽ ചൊവ്വ കൊണ്ടുള്ള ഫലമാണ് നമ്മൾ കണ്ടത്. 5-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിൻ്റേതായ കുറച്ച് ഗുണഫലങ്ങൾ അവർക്ക് കിട്ടുന്നതുമാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമില്ല. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാനും പിന്നെ നമ്മുടെ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അബദ്ധം പറ്റാനും ഒക്കെയുള്ള സാധ്യതകളാണ് കൂടുതൽ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. 5-ാം ഭാവം കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ആരോഗ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും ചൊവ്വയുടെ ഈ സ്ഥാനം കൊണ്ട് ഉണ്ട് മകരക്കൂറുകാർക്ക്. എങ്കിലും വലുതായിട്ട് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. വാക്കുകളൊന്നും സൂക്ഷിക്കുക, അതാണ് പ്രധാനം. മകരക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ശനി ഭഗവാന് നീലപ്പട്ട് സമർപ്പിക്കുകയും എള്ളുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. അപവാദപ്രചരണങ്ങൾക്ക് ഒഴിവാകാൻ നീരാജനം പോലുള്ള വഴിപാടുകൾ, നീരാജനമാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നീരാജനവും ഒരു നെയ്വിളക്കും ചെയ്യുന്നത് നല്ലതാണ്. എള്ളു പായസം സമർപ്പിച്ചാൽ ധാരാളം ഐശ്വര്യങ്ങളും ധനപരമായ കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത ഉണ്ടാകാനായിട്ടും അത് ഗുണകരമാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മഹാദേവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കുടുംബദേവതയ്ക്കും കൂടെ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോൾ, മക്കളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കാര്യത്തിലാണെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഐശ്വര്യപൂർണ്ണമായിട്ടത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 3ഉം 4ഉം പാദങ്ങൾ, അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗം, അതായത് 1, 2, 3 പാദങ്ങൾ. ഇപ്പോൾ കുംഭക്കൂറിൽ ആണിപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 4ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ വീട്, വാഹനം, അമ്മ, അമ്മാവന്, സുഹൃത്തുക്കൾ, മനസ്സിൻ്റെ സന്തോഷം, ഇതൊക്കെ നമുക്ക് ഈ 4ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. അപ്പോൾ ജന്മക്കൂറിൻ്റെ 4ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വാസ്തു സംബന്ധിച്ച് പല തർക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട് സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി സംബന്ധിച്ചോ ഒക്കെയുള്ള ചില തർക്കങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ അയൽക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വീടിന് അറ്റകുറ്റപ്പണികൾ വരാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആശയപരമായ ഭിന്നതയൊക്കെ ഉണ്ടാകാം. പിണക്കം പോലും ഉണ്ടാകാം. വീടിൻ്റെ പണികളാണ് പ്രധാനമായിട്ടും നമ്മുടെ സാമ്പത്തിക ചോർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യം. വീടിൻ്റെ പണിയും വാഹനത്തിൻ്റെ പണിയും, അത് രണ്ടും ധനത്തിന് നല്ല ചോർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കടത്തിലേക്കും എത്തിച്ചേക്കാം അത്. പിന്നെ മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മാതാവിൻ്റെ രോഗങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചേക്കാം. അതുപോലെ തന്നെ മാതൃഭാവത്തിലുള്ള ബന്ധുക്കളുടെ പെരുമാറ്റം നമുക്ക് അനിഷ്ടകരമായേക്കാം. അങ്ങനെയും സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ മാതൃസ്വത്ത് സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടാകാം. വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. വാഹനം വാങ്ങാൻ ശ്രമിച്ചാൽ അത് ഒരുപക്ഷെ സാധിച്ചേക്കും. പക്ഷേ വാഹനം വാങ്ങുമ്പോൾ നന്നായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഉപയോഗപ്രദമാണോ, നമുക്കിത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ, നമുക്ക് എക്കണോമിക്കാണോ, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാങ്ങിക്കുക. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. പിന്നെ കുറച്ച് ഭയവും ആശങ്കയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ചിലരെ സംബന്ധിച്ച് വിഷാദം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വിഷമം എപ്പോഴും ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ഉള്ളവരെ സംബന്ധിച്ച് ജോലിയിൽ സമ്മർദ്ദം ഉണ്ടാകാം. സ്ഥാനമാറ്റങ്ങൾ, സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകാം. കുറച്ച് സമ്മർദ്ദം, അതുപോലെ തന്നെ മനസ്സിന് സംഘർഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ജോലിയിൽ സംഭവിക്കാം. കാരണം ജന്മശനി കൂടെയാണ് കുംഭക്കൂറിനെ സംബന്ധിച്ച്. ശനി രാശിനാഥനായതുകൊണ്ടും കുംഭം മൂലത്രികോണമായതുകൊണ്ടും
ആണ് മാരകമായ ഫലങ്ങളൊന്നും ഉണ്ടാകാത്തത്. അപ്പോൾ ശനി സന്തുഷ്ടനായിട്ടാണ് മൂലത്രികോണത്തിൽ സഞ്ചരിക്കുന്നത്, സ്വന്തം വീട്ടിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയുടെ ആനുകൂല്യം കുറേയെങ്കിലും കിട്ടുന്നതാണ്. എങ്കിലും ജന്മശനി ദോഷത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മുക്തരാകാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഈ ചൊവ്വ 4-ാം ഭാവത്തിൽ വരുന്നതിൻ്റെ ഒരു പ്രയാസം കൂടെ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫലങ്ങൾ അനുഭവപ്പെടുന്നത്. ധനപരമായിട്ട് ചെലവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. രോഗം വന്നോ അല്ലെങ്കിൽ ഈ വാഹന ഉപയോഗത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ വാഹനത്തിന് അറ്റകുറ്റപ്പണി വരുന്നതുകൊണ്ടോ ഒക്കെ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം എല്ലാ കാര്യത്തിനും പുലർത്തുക. ഈശ്വരാഭിമുഖമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആ ഗുണകരമായ അനുകൂലമായ ഊർജം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവരും ശാസ്താവിന് വഴിപാട് ചെയ്യുക, ശനിദേവന് വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ പിതൃദോഷങ്ങൾ എന്തെങ്കിലും ഉള്ളവർ ഈ കർക്കിടക മാസത്തിൽ ആ കർമ്മങ്ങൾ ചെയ്ത് തീർക്കുക. അതുപോലെ തന്നെ കാക്കയ്ക്ക് എള്ള് ചേർത്ത ചോറ് കൊടുക്കുന്നതും ഈ സമയത്ത് ഗുണകരമാണ്. പിന്നെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബദേവതയ്ക്ക് ഒരു വഴിപാട് കഴിക്കുക. അതോടൊപ്പം തന്നെ മഹാദേവനും അർച്ചനകൾ സമർപ്പിക്കുക. അമ്മയുടെ പേരിലും നക്ഷത്രത്തിലുമൊക്കെ അർച്ചനകൾ സമർപ്പിക്കുക. മനപ്രയാസം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മഹാദേവന് ധാര കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതാണ് കുംഭക്കൂറിൻ്റെ ഫലമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്നത് പൂരുരുട്ടാതിയുടെ അവസാന പാദം, 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. പൂരുരുട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. ഈ മീനക്കൂറിൽ ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്നുണ്ട്. അതായത് ജന്മക്കൂറി രാഹുവാണ്. അതുപോലെ തന്നെ 7.5 ശനിയുടെ തുടക്കവുമാണ്, ആദ്യകാലവുമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. അവരെ സംബന്ധിച്ച് പക്ഷേ ചൊവ്വ അനുകൂലമാണ്. ചൊവ്വ 3-ലാണ് സഞ്ചരിക്കുന്നത്. 3-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ കുറേയേറെ ഉത്സാഹവും അതുപോലെ തന്നെ ധനപരമായിട്ടൊക്കെ ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അധികാരികളുടെ പ്രീതി ഉണ്ടാകും. നല്ലതായിട്ട് ജോലിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ ഗുണകരമായ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. സ്ഥാനപ്രാപ്തി ഉണ്ടാകും, പ്രൊമോഷനൊക്കെ കിട്ടും ജോലിയിൽ. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് നല്ല പദവികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമൂഹിക പ്രവർത്തകരെ സംബന്ധിച്ച് ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കലാകാരന്മാർക്കും ഇതുപോലെ ബഹുമതി കിട്ടിയേക്കാം. സഹോദര ആനുകൂല്യം അല്ലെങ്കിൽ സഹോദരന്മാരുടെ പിന്തുണ കിട്ടും, കുടുംബാംഗങ്ങളുടെ പിന്തുണയൊക്കെ കിട്ടുന്ന കാലഘട്ടമാണ്. വ്യാപാരത്തിൽ ഗുണകരമാണ്. വ്യാപാരം വർദ്ധിപ്പിക്കാനും വ്യാപാരത്തിൽ നിന്നുള്ള ആദായം വർദ്ധിക്കാനും ഒക്കെ ഇടയാകും. പുതിയ മേഖലകളിൽ വ്യാപാരം വ്യാപിപ്പിക്കാനൊക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ്. എങ്കിലും പല കാര്യങ്ങളിലും ഈ ശനിയുടെ സഞ്ചാരം കൊണ്ടും രാഹുവിൻ്റെ ജന്മക്കൂറിലെ സഞ്ചാരം കൊണ്ടും അലച്ചിലുകൾ വർദ്ധിക്കുന്നതാണ്. പക്ഷേ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന രാഹു കുറുക്കുവഴിയിലൂടെ ധനം നൽകുന്ന ഒരു ഗ്രഹാവസ്ഥയും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ധനപരമായിട്ട് വലിയൊരു ഞെരുക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ്. സംഘടനാ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേതാവാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളുടെ പ്രവർത്തനത്തെയൊക്കെ നല്ലൊരു പരിധിവരെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നല്ലൊരു വിജയം നേടാനായിട്ട് സാധിക്കുന്നതാണ്. ആഗ്രഹിച്ച പല വസ്തുക്കളും, വീട്ടുപകരണങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ വാങ്ങിക്കാനായിട്ട്, ആഡംബര വസ്തുക്കളും വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് മീനക്കൂറിൻ്റെ ഫലം. കാരണം അവരുടെ 5-ലാണ് ബുധനും ശുക്രനും സഞ്ചരിക്കുന്നത്. അവിടെ ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം കൂടെ ഇവർക്ക് കിട്ടും. നമ്മൾ ഈ താൽക്കാലിക ഗ്രഹഫലം പറയുമ്പോൾ ഒരു ഗ്രഹത്തിൻ്റെ മാത്രമായിട്ട് പറഞ്ഞാൽ അത് അതേപടി അനുഭവത്തിൽ വരണമെന്നില്ല. ചൊവ്വ 3-ൽ സഞ്ചരിക്കുന്നതിൻ്റേതായ കുറേ ഗുണഫലങ്ങളും ധൈര്യവും വീര്യവും ഒക്കെ അവർക്ക് കിട്ടുന്നതാണ്. ശത്രു ദോഷമൊക്കെ മാറിപ്പോവും. അതേസമയത്ത് പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഭൂമി വിൽപ്പന പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. വീട് പണി പൂർത്തിയാക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നതാണ്.
ആരോഗ്യപരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ശനി 12-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവ് വർദ്ധിക്കാനുള്ള അവസ്ഥയും ഉണ്ടായേക്കാം. പക്ഷെ പൊതുവേ നോക്കുമ്പോൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാലഘട്ടവുമാണ്. അപ്പം അങ്ങനെ ഒരുവിധം ആഗ്രഹിച്ച രീതിയിലൊക്കെ ജീവിക്കാൻ കഴിയും. ശത്രുദോഷം ഒഴിവാകുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വഴി തുറന്ന് കിട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ മീനക്കൂറുകാർ കുടുംബദേവതയ്ക്ക് കൃത്യമായിട്ട് വഴിപാട് ചെയ്യുക, ശാസ്താവിന് വഴിപാട് ചെയ്യുക, ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ്. ചെറിയ ചെറിയ വഴിപാട് ചെയ്താൽ മതി കേട്ടോ. ഒരു വിളക്ക് തെളിച്ച് വെക്കുക, അതുപോലെ തന്നെ എള്ളുപായസമോ എള്ളുതിരിയൊക്കെ പോലുള്ള വഴിപാടുകൾ ചെയ്താൽ മതി. ശാസ്താവിനാണെങ്കിൽ നീരാജനം പോലുള്ള വഴിപാടുകളൊക്കെ ചെറിയ ചിലവ് മാത്രമേ ഉള്ളൂ. എള്ളുപായസമൊക്കെ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്, കുറച്ചുകൂടെ എമൗണ്ട് കൂടുന്നതാണ്. ഇപ്പം നെയ്വിളക്ക് തെളിയിക്കുക, തുളസിമാല സമർപ്പിക്കുക, ഇതൊക്കെ വളരെ ചെറിയ വഴിപാടുകളാണ്. പക്ഷേ ഒരുപാട് ഫലമുണ്ട്. ധാര ഒക്കെ ഒരുപാട് ഫലമുള്ള വഴിപാടാണ്. ശനിദേവനും നീരാജനം സമർപ്പിക്കാം കേട്ടോ. നവഗ്രഹങ്ങൾക്ക് നീരാജനം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് 7.5 ശനിയൊക്കെ ആയതുകൊണ്ട് ശനിദോഷം മാറ്റാൻ വേണ്ടി ശനിദേവനും കൂടെ ഒരു നീരാജനം ചെയ്യുന്നത് നല്ലതാണ്. നീരാജനത്തിന് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പറഞ്ഞിട്ടത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതല്ലെങ്കിൽ എള്ളുതിരി വാങ്ങിച്ച് തെളിയിച്ചാലും മതി. നമുക്ക് തന്നെ കിഴി ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ വേണമെങ്കിലും അത് ചെയ്യാം. ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ നമുക്ക് ആ ഒരു അന്തരീക്ഷം നമുക്ക് കൂടുതൽ ഗുണകരമാവും. അതോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ടതാണ് സർപ്പദൈവത്തിനുള്ള വഴിപാടുകൾ. അവരുടെ ജന്മക്കൂറിൽ രാഹു സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ സർപ്പദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നെയ്വിളക്ക് തെളിയിക്കാം, പട്ട് സമർപ്പിക്കാം, അല്ലെങ്കിൽ ഒരു വെറ്റിലയും അടയ്ക്കയും നാണയവും കൂടെ ദക്ഷിണ പോലെ സമർപ്പിച്ചാലും മതിയാകുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ആചാരം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ സർപ്പദൈവങ്ങൾക്കൂടെ ഒരു വഴിപാട് ചെയ്യുക. അത് ഈ സമയത്ത് വളരെ ഗുണകരമാണ്. അപ്പോൾ വലിയ ദോഷങ്ങളൊന്നുമില്ല. കൂടുതലും ചൊവ്വയുടെ സ്ഥാനം കൊണ്ട് ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ചൊവ്വയോടൊപ്പം വ്യാഴവും ഉണ്ട്. പക്ഷേ 3-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര ഗുണകരമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വഴിപാടുകളും കൂടെ ചേർത്ത് പറഞ്ഞത്. 3-ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങളൊന്നും കിട്ടാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഗുരുമംഗള യോഗമൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ വ്യാഴത്തിൻ്റെ ഗുണകരമായ അനുഗ്രഹം നമുക്ക് ഈ സമയത്ത് പൂർണ്ണമായും കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ഭഗവാനും വഴിപാട് ചെയ്യുന്നതും അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. നമ്മൾ ഈ വഴിപാടുകളിൽ കൂടെ നമ്മുടെ എനർജി ലെവലൊന്ന് വർദ്ധിപ്പിക്കുക, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഒന്ന് ഊർജിതപ്പെടുത്തുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വിശ്വാസപ്രകാരം ചെയ്യുക. ഇതാണ് നമുക്ക് ധനു, മകരം, കുംഭം, മീനം ഈ 4 കൂറുകാരുടെ ചൊവ്വ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ ഒരുപാടത് വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മകളുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഒക്കെ നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.